നമസ്കാരം. SSC മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യത്തെ നോക്കാം. 15th ഏപ്രിൽ വേൾഡ് ആർട്ട് ഡേ ആയിരുന്നു. ഇത് ആദ്യം ഒബ്സർവ് ചെയ്തത് 2012 വേൾഡ് ആർട്ട് ഡേ. അത് റിനൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ലിയോനാർഡോ ഡാവിഞ്ചിയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനൊരു സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അദ്ദേഹം വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ് മൊണാലിസ. ഈ 2024 തീം എന്ന് പറയുന്നത് എ ഗാർഡൻ ഓഫ് എക്സ്പ്രഷൻ കൾട്ടിവേറ്റിംഗ് കമ്മ്യൂണിറ്റി ത്രൂ ആർട്ട് എന്നുള്ളതാണ്. ഇനി ചില ട്രഡീഷണൽ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽസിനെ കുറിച്ച് നോക്കാം. ട്രഡീഷണൽ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത് നമ്മുടെ കൺട്രിയുടെ ഡിഫറെന്റ് റീജിയൻസിൽ ഒരു 2 ഡേയ്സ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തതാണ്. നമുക്ക് നോക്കാം. പഞ്ചാബിൽ വൈശാഖി സെലിബ്രേറ്റ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം ആ ഒരു ടൈം തന്നെയായിരുന്നു കേരളത്തിൽ വിഷു നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. വെസ്റ്റ് ബംഗാളിൽ അത് പൊയില ബൊയ്ശാഖ് എന്നുള്ളൊരു ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആയിരുന്നു. ഇപ്പൊ അസാമില് ബൊഹാഗ് ബിഹു, തമിഴ്നാടുവില് പുഥണ്ടു, ഒഡീഷയില് മഹാ വിഷുബു അല്ലെങ്കിൽ പന സംക്രാന്തി എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് 40 years ഓഫ് ഓപ്പറേഷൻ മേഘദൂത്. ഓപ്പറേഷൻ മേഘദൂത് എന്ന് പറയുന്ന ഒരു മിലിറ്ററി ഓപ്പറേഷൻ ആണെന്ന് നമുക്കറിയാം. ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെയാണ്. 1984 ഏപ്രിൽ 13 അത് നടന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ സിയാച്ചിൻ ഗ്ലേഷ്യറിൽ, നമ്മുടെ ഈസ്റ്റേൺ കാരക്കോറം റേഞ്ച് ഹിമാലയൻ റീജിയനിലുള്ള സിയാച്ചിൻ ഗ്ലേഷ്യറിന്റെ കൺട്രോള് പാകിസ്ഥാൻ എടുക്കുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തത്. അപ്പൊ ഇത് ആക്ച്വലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറിയുടെ സെന്ററിൽ വെച്ചിട്ടാണ് ഇത് നടന്നത്. ഇതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫോഴ്സ് സക്സസ്ഫുള്ളി ഗ്ലേഷ്യറിന്റെ കൺട്രോൾ ഗെയിൻ ചെയ്യുകയും സറൗണ്ടിങ് ആയിട്ടുള്ള 3 മെയിൻ പാസസ്, അതായത് സിയാല, അതുപോലെ ബിലാഫോണ്ടുല, ഗ്യോങ്ല, ഇതെല്ലാം അവര് ഏറ്റെടുക്കുകയും ചെയ്തു, കൺട്രോൾ ഏറ്റെടുക്കുകയും ചെയ്തു. അതേപോലെ ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ലീഡ് ചെയ്തത് ക്യാപ്റ്റൻ സഞ്ജയ് കുൽക്കർണിയാണ്. 1984 മുന്നേ neither India nor Pakistan had any permanent presence on the glacier. ഇപ്പൊ ഈ 1984 മുന്നേ നോക്കുവാണെങ്കിൽ ഈ ഗ്ലേഷ്യറിന്റെ ഭാഗത്ത് പാകിസ്ഥാനോ ഇന്ത്യക്കോ ഒരു പെർമനന്റ് പ്രസൻസ് ഉണ്ടായിരുന്നില്ല. ഇത് പിന്നീട് ഇതൊരു പോയിന്റ് ആയിട്ട് ഡിമാർക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ NJ 9842 1972 ഷിംല എഗ്രിമെന്റ് വഴിയാണ് ഇത് ഡിമാർക്കേറ്റ് ചെയ്യപ്പെട്ടത്. പിന്നീടാണ് ഇൻഡോ പാകിസ്ഥാൻ വാർ 1970 വിച്ച് ഫോളോഡ് ദ ഇൻഡോ പാകിസ്ഥാൻ വാർ 1971. അപ്പൊ അതിനുശേഷമാണ് അത്തരത്തിലൊരു ഷിംല എഗ്രിമെന്റ് വരുന്നതും ഇങ്ങനെ നമ്മളത് ഡിമാർക്കേറ്റ് ചെയ്യുന്നതും. So beyond അതിനപ്പുറത്തേക്ക് നോക്കുവാണെങ്കിൽ അൺചാർട്ടേഡ് ആയിട്ടുള്ള ടെറിട്ടറിയാണ്. ആൻഡ് പാകിസ്ഥാൻ wanted to occupy this region to gain a strategic advantage. ഒരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഈ ഭാഗം ഒക്യുപ്പൈ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ്, ഇറാൻ അറ്റാക്ക് ഓൺ ഇസ്രായേൽ. ഇറാൻ എന്ന് പറയുന്നത് ഫയർഡ് എ വോളി ഓഫ് ഓവർ 300 ഡ്രോൺസ് ആൻഡ് മിസൈൽസ് ഓൺ ഇസ്രായേൽ. ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ഒരു 300ഓളം ഡ്രോൺസും മിസൈൽസും വെച്ച് അവർ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഇറാൻ എന്ന് പറയുന്നത് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു, എയർ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നു. ലാസ്റ്റ് വീക്ക് തന്നെ അത് സംഭവിച്ചിട്ടുണ്ട് ഓൺ ഇറാനിയൻ കൺസുലേറ്റ് ഇൻ ഡമാസ്കസ്, സിറിയയില്. അവിടെ 2 ഇറാനിയൻ ജനറൽസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാൻ ഹാസ് warned the United States that it will target its bases if Washington backs Israel's retaliation. ഇസ്രായേലിന്റെ റിട്ടാലിയേഷൻ, വാഷിംഗ്ടണിലുള്ള റിട്ടാലിയേഷൻ ബാക്ക് ചെയ്തില്ലെങ്കിൽ ഇറാൻ പറഞ്ഞു യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരവിടുത്തെ ബേസസിനെയൊക്കെ തകർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡ്രോൺ അറ്റാക്ക് എന്ന് പറയുന്നത് ലേറ്റ് സാറ്റർഡേ ആണ് നടന്നത്. ഫസ്റ്റ് ടൈം ആണ് ഇറാൻ ഹാസ് എവർ ലോഞ്ച്ഡ് എ ഫുൾ സ്കെയിൽ മിലിറ്ററി അസോൾട്ട് ഓൺ ഇസ്രായേൽ. ആദ്യമായിട്ടാണ് ഇറാൻ ഫുൾ സ്കെയിൽ ആയിട്ട് ഒരു മിലിറ്ററി അസോൾട്ട് ഇസ്രായേലിന്റെ മേൽ ലോഞ്ച് ചെയ്തത്. ഇത് ഡിക്കേഡ്സ് ഓഫ് എനിമിറ്റിയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ളത്. 1979 ഇസ്ലാമിക് റവല്യൂഷൻ തൊട്ടാണ് ഇത് തുടങ്ങിയത് തന്നെ. ഇപ്പൊ ലേറ്റർ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് MSC ഏരീസ് സീസ് ചെയ്തായിരുന്നു. ഇസ്രായേൽ ലിങ്ക്ഡ് പോർച്ചുഗീസ് ഫ്ലാഗ്ഡ് കൊമേഴ്ഷ്യൽ വെസലാണ് അത്. ഇതൊരു സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു വെസലാണ്. അത് അവര് സീസ് ചെയ്തിരുന്നു ഇറാൻ.
MSc Aries എന്ന് പറയുന്നത് had approximately 70 Indian national on boards അതിനകത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു. നെക്സ്റ്റ് Daslik 2024 joint military exercise between India and Uzbekistan. അപ്പോൾ 5th edition of Daslik ആണ് നടന്നത്. കണ്ടക്ട് ചെയ്ത് ടെർമസ് ഡിസ്ട്രിക്റ്റിലാണ് ഉസ്ബെക്കിസ്ഥാനിൽ 15 മുതൽ 28 ഏപ്രിൽ 2024 വരെയാണ് നടക്കുന്നത്. ഇതിന്റെ 4th എഡിഷൻ എന്ന് പറയുന്ന ഒരു ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആയിരുന്നു ഈ രണ്ട് കൺട്രീസ് തമ്മിലുള്ളത്. ഫെബ്രുവരി 20th ലാസ്റ്റ് ഇയറിൽ ഫോറിൻ ട്രെയിനിങ് നോഡ് പിഥോറാഗഡ് ഉത്തരാഖണ്ഡിൽ വെച്ചിട്ടാണ് നടന്നത്. ഇതിന്റെ ഇനാഗുറൽ എഡിഷൻ, ഈ എക്സസൈസിന്റെ ഇനാഗുറൽ എഡിഷൻ എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാനിൽ നവംബർ 2029 സ്റ്റാർട്ട് ചെയ്തത്. Government issues tender to purchase of 97 LCA Mark IA fighter planes. അപ്പോൾ ഇതൊരു ലാർജസ്റ്റ് എവർ ഓർഡർ ആണ് ഇൻഡിജീനിയസ് മിലിറ്ററി ഹാർഡ്വെയറിന് വേണ്ടിയിട്ടുള്ളത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ. ഇപ്പൊ ഏകദേശം 65,000 കോടി ടെൻഡർ ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഡിഫൻസ് മിനിസ്ട്രി. എന്തിനു വേണ്ടിയിട്ടാണ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിന് ഇന്ത്യക്ക് മെയ്ഡ് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് 97 LCA മാർക്ക് IA ഫൈറ്റർ ജെറ്റ്സിന് വേണ്ടിയിട്ടാണ് ഇത്രയും തുക അവർ ചെലവിട്ടിരിക്കുന്നത്. LCA മാർക്ക് IA എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് തേജസ് എയർക്രാഫ്റ്റ് ആണ്. ഈ ന്യൂ ഫൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സിനെ മിഗ് ഫ്ലീറ്റിന്റെ ഏജിങ്ങിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ്, LCA തേജസ് എന്താണ് നമുക്ക് നോക്കാം. ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്ത് 1984 ഇത് 2003 ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിനെ തേജസ് എന്ന് നെയിം ചെയ്തത്. അതായത് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ റേഡിയൻസ് എന്നാണ്. സംസ്കൃതിൽ അതിന്റെ മീനിങ് അതാണ്. PM അടൽ ബിഹാരി വാജ്പേയി ആണ് ആ നെയിമിങ്ങിന്റെ പുറകിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ലൈറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ആൻഡ് ടെയിൽലെസ് മൾട്ടി റോൾ സൂപ്പർസോണിക് ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് ഈ ക്ലാസ്സിൽ വരുന്നതല്ല. ഇത് ഡിസൈൻ ടു കാരി എ റേഞ്ച് ഓഫ് എയർ ടു എയർ, അതുപോലെ എയർ ടു സർഫസ്, പ്രിസിഷൻ ഗൈഡഡ് വെപ്പൺസ് ഒക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് സാധിക്കും. തേജസിന്റെ ഡിഫറെന്റ് വേരിയൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. തേജസ് ട്രെയിനർ ഉണ്ട്, 2 സീറ്റർ ആയിട്ടുള്ള ഓപ്പറേഷണൽ കൺവേർഷൻ ട്രെയിനർ ആണ്. എയർഫോഴ്സ് പൈലറ്റ്സിന് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് LCA നേവി ഉണ്ട്, അത് ട്വിൻ ആൻഡ് സിംഗിൾ സീറ്റ് കാരിയർ കാപ്പബിൾ ഓഫ് ഫോർ ഇന്ത്യൻ നേവി. ഇനി LCA തേജസ് നേവി MK2 ഉണ്ട്, ഇത് phase 2 ഓഫ് LCA നേവി വേരിയന്റ് ആണ്. പിന്നെ LCA തേജസ് MK1A ഉണ്ട്. ഇതെന്ന് പറയുന്നത് LCA തേജസിന്റെ MK1ന്റെ തന്നെ ഒരു ഇംപ്രൂവ്ഡ് വേർഷൻ ആണ്. കുറച്ചും കൂടെ ത്രസ്റ്റ് ആയിട്ടുള്ള ഹയർ ത്രസ്റ്റ് എഞ്ചിൻ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് DRDO ആൻഡ് ഇന്ത്യൻ ആർമി കണ്ടക്ട് സക്സസ്ഫുൾ ട്രയൽസ് ഓഫ് MP-ATGM വെപ്പൺ സിസ്റ്റം. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് DRDO. അവര് മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലിന്റെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രയൽസ് ക്യാരി ഔട്ട് ചെയ്തു. അത് പൊക്രാൻ ഫീൽഡിൽ ഫയർ റേഞ്ചിങ്ങിലാണ് അവർ ചെയ്തത്. നെക്സ്റ്റ് നേവി ചീഫ് അഡ്മൈറൽ R. ഹരികുമാർ പ്രസന്റഡ് ഗാലൻട്രി ആൻഡ് ഡിസ്റ്റിംഗ്വിഷ്ഡ് സർവീസ് അവാർഡ്സ്. അഡ്മൈറൽ R. ഹരികുമാർ, അദ്ദേഹം നേവൽ സ്റ്റാഫിന്റെ ചീഫ് ആണ്. അദ്ദേഹത്തിന് ഗാലൻട്രി ആൻഡ് ഡിസ്റ്റിംഗ്വിഷ്ഡ് സർവീസ് അവാർഡ്സ് പ്രൊവൈഡ് ചെയ്തു നേവൽ പേഴ്സൺസിന്റെ ഓൺ ബെഹാഫ് ആയിട്ട്. ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് നേവൽ ഇൻവെസ്റ്റിറ്റ്യൂർ സെറമണിയിൽ ഭാഗമായിട്ട് INS ഹൻസയിൽ വെച്ചാണ് നടന്നത്. അതിന്റെ ഭാഗമായിട്ട് ആണ് ഇത് കൊടുത്തത്. 14th April 2024 ഗോവയിൽ വെച്ചിട്ടാണ് ഇത് നടന്നത്. ഇപ്പൊ ഒരു ടോട്ടൽ 35 പേഴ്സണൽസ് ആണ് ഈ വേരിയസ് അവാർഡ്സ് ഈ സെറിമണിയുടെ ഭാഗമായിട്ട് കിട്ടിയത്. അതിനകത്ത് നൌസെന മെഡൽസ്, കലണ്ടറി അവാർഡ്സ് CDR മനീഷ് സിംഗ് കാർക്കിക്ക് കിട്ടി, CDR കൗസ്തം ബാനർജിക്ക് കിട്ടി, ലഫ്റ്റനന്റ് കേഡർ പനീർ സെൽവം വിഷ്ണു പ്രസന്നയ്ക്ക് കിട്ടി, ലഫ്റ്റനന്റ് കേഡർ ഭാസ്കറിന് കിട്ടിയായിരുന്നു. അതുപോലെ CNS ട്രോഫി ബെസ്റ്റ് ഗ്രീൻ പ്രാക്ടീസസ് 2024 ഉള്ളതാണ്. അത് നേവൽ ഡോക്യാർഡ് മുംബൈക്കും INS വാൽസുര ഇനി ഇൻഡസ്ട്രിയൽ ആൻഡ് നോൺ ഇൻഡസ്ട്രിയൽ കാറ്റഗറിയിലേക്കുമാണ് കിട്ടിയത്. CNS ഓൾസോ ക്യാറ്റ് രവി ദിർ മെമ്മോറിയൽ ഗോൾഡ് മെഡലും കൊടുത്തിരുന്നു. അത് ഫ്ലൈറ്റ് സേഫ്റ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ലഫ്റ്റനന്റ് VK ജെയിൻ മെമ്മോറിയൽ ഗോൾഡ് മെഡൽ, അത് ഈ വെപ്പൺ ഇംപ്രൂവ്മെന്റ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഫീൽഡിലുള്ള റിസർച്ചിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. നെക്സ്റ്റ്
Prestigious John Dirks Granger Global Health Award for Dr. Gagandeep Kang. ഇന്ത്യയുടെ ഡോക്ടർ ഗഗൻദീപ് കാങ് അദ്ദേഹം ഗ്ലോബൽ ഹെൽത്ത് ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ ഗ്ലോബൽ ഹെൽത്തിന്റെ ഡയറക്ടറാണ്. അദ്ദേഹം 2024 ജോൺ ഡർക്സ് കാനഡ ഗേർണർ ഗ്ലോബൽ ഹെൽത്ത് അവാർഡ് കിട്ടിയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ അച്ചീവ്മെന്റ് ഗ്ലോബൽ ഹെൽത്ത് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് മോസ്റ്റ് വെൽ റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ ഹെൽത്ത് അവാർഡാണ്. വേൾഡ് സൈബർ ക്രൈം ഇൻഡെക്സ് ഇന്ത്യ റാങ്ക്സ് 10th globally in cybercrime study. ഇന്റർനാഷണൽ ടീം ഓഫ് റിസർച്ചേഴ്സ് ആണ് വേൾഡ് സൈബർ ക്രൈം ഇൻഡെക്സ് കമ്പൈൽ ചെയ്തത്. അപ്പൊ ഇതിന്റെ റാങ്കിൽ 100 കൺട്രീസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ കീ ഹോട്ട്സ്പോട്ട്സ് ഓഫ് വേരിയസ് കാറ്റഗറി ഓഫ് സൈബർ ക്രൈം ആണ് ഇവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് റാൻസം വെയർ, ക്രെഡിറ്റ് കാർഡ് തെഫ്റ്റ്, സ്കാംസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ഈ ഗ്ലോബൽ സർവേ പബ്ലിഷ് ചെയ്ത അതനുസരിച്ച് ജേണൽ പ്ലോസ് 1 എന്നുള്ള ജേണലിലാണ് അത് പബ്ലിഷ് ചെയ്തത്. അതിനനുസരിച്ച് എന്താണ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ റാങ്ക് 10th ആണ് വേൾഡ് വൈഡ് സൈബർ ക്രൈമിൽ. ഇത് കോമൺലി ഇൻവോൾവ്സ് സ്കാമിംഗ് പീപ്പിൾ ബൈ ഫോഴ്സിംഗ് ദം ടു മേക്ക് അഡ്വാൻസ്ഡ് പേയ്മെന്റ്സ് ബീങ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ്. അതായത് അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് ചെയ്തുകൊണ്ട് ആളുകളെ പറ്റിക്കുന്ന സ്കാമിംഗ് ആണ് ഇവിടെ കൂടുതലായിട്ട് നടക്കുന്നത്. റഷ്യ ആണ് ഈ ലിസ്റ്റിൽ ടോപ്പ് ചെയ്തിരിക്കുന്നത്. അതിനെ ഫോളോ ചെയ്തുകൊണ്ട് യുക്രൈൻ, ചൈനയും വരുന്നുണ്ട്. പിന്നെ US, നൈജീരിയ, റൊമാനിയ. നോർത്ത് കൊറിയ ആണ് 7th പൊസിഷൻ. UK, ബ്രസീലും 8th and 9th പൊസിഷനിൽ വന്നിരിക്കുന്നു. റഷ്യയും യുക്രൈനും ഹൈലി ടെക്നിക്കൽ സൈബർ ക്രൈം ഹബ്ബായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ റൊമാനിയയും US അവര് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഹൈടെക് ആൻഡ് ലോടെക് ക്രൈംസിലാണ്. ഇന്ത്യ എന്ന് പറയുന്നത് മിഡ് ടെക് ക്രൈംസിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ സ്കാമിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതായിരിക്കും കാണാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ്, നൊവാക് ജോക്കോവിക് ബ്രേക്സ് Federer's record to be oldest #1 player. So Novak Djokovic, oldest world #1 in ATP ranking history. The record previously Roger Federer ആയിരുന്നു. ഇത് ബ്രേക്ക് ചെയ്തു. അപ്പൊ സെർബിയയുടെ ജോക്കോവിക് ആണ്, മെയിൽ ടെന്നീസ് പ്ലെയർ ആണ്. ഓപ്പൺ എറയിലെ 24 മേജേഴ്സും 36 ഇയേഴ്സ് ആൻഡ് 321 ഡേയ്സ് ഓൾഡ്. അപ്പൊ അദ്ദേഹത്തിന് ഓൾറെഡി മോസ്റ്റ് വീക്സ് സ്പെൻഡ് ചെയ്തത് ഒരു ടോപ്പ് റാങ്കിങ് മെയിൽ പ്ലെയർ എന്നുള്ള ഒരു റെക്കോർഡ് ഉണ്ട്. വിത്ത് സെക്കൻഡ് പ്ലേസ്ഡ് ഫെഡറർ. സെക്കൻഡ് പ്ലേസ്ഡ് ആയിട്ട് ഫെഡറർ ആണ് വരുന്നത് തൊട്ട് പിന്നാലെ തന്നെ. അപ്പോ ജോക്കോവിക് ഫസ്റ്റ് ബിക്കെയിം ദ വേൾഡ് #1 ഓൺ July 4, 2021 at the age of 24. Manipur's Pandoyi Channu makes history. First Indian to play in Australian Professional League. അപ്പൊ ആദ്യമായിട്ട് മെട്രോ യുണൈറ്റഡ് WFCയില് സൗത്ത് ഓസ്ട്രേലിയൻ വുമൻസ് നാഷണൽ പ്രീമിയർ ലീഗിലാണ് അവർക്ക് ആ ഒരു പൊസിഷൻ കിട്ടിയത്. അർജുൻ കാന്തെ ആൻഡ് ജീവൻ നെടുഞ്ചെഴിയൻ ക്ലിഞ്ച് ATP ചലഞ്ചർ ടെന്നീസ് ടൂർണമെന്റ് ഇൻ മെക്സിക്കോ. അപ്പൊ ATP ചലഞ്ചർ ടൂറിൽ ഒരു സീരീസ് ഓഫ് ഇന്റർനാഷണൽ മെൻസ് പ്രൊഫഷണൽ ടെന്നീസ് ടൂർണമെന്റ് ആണ് അത്. ഓക്കെ, അതിലാണ് നമ്മുടെ അർജുൻ ഖാദേക്കും ജീവനും ആ ഒരു ATP ചലഞ്ചർ ടെന്നീസ് ടൂർണമെന്റ് മെക്സിക്കോയിൽ വെച്ച് നടന്നതിൽ വിജയം കൈവരിച്ചു. 15th ഏപ്രിൽ ഹിമാചൽ ഡേയും കൂടിയാണ്. ഇത് 1948ലാണ് ഹിമാചൽ പ്രദേശ് ക്രിയേറ്റ് ചെയ്തത്. അതൊരു പ്രൊവിൻസിൽ നിന്ന് 30 ഈസ്റ്റ് വൈഡ് പ്രിൻസിലി സ്റ്റേറ്റ് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത്. ജനുവരി 25-നാണ് ഹിമാചൽ പ്രദേശ് സ്റ്റേറ്റ്ഹുഡ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ജനുവരി 25, 1971-ലാണ് ഹിമാചൽ പ്രദേശ് ഫുൾ സ്റ്റേറ്റ്ഹുഡ് അറ്റൈൻ ചെയ്യുന്നത്. അങ്ങനെ ഇന്ത്യൻ യൂണിയന്റെ 18th സ്റ്റേറ്റ് ആയിട്ട് ഹിമാചൽ പ്രദേശ് മാറി. ഗവർണർ ശിവ് പ്രതാപ് ശുക്ലയാണ്. ചീഫ് മിനിസ്റ്റർ സുഖ്വിന്ദർ സിംഗ് സുഖു ആണ്. റാംസർ വെറ്റ്ലാൻഡ്സ് ഹിമാചൽ പ്രദേശിന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ചന്ദർഥാൽ വെറ്റ്ലാൻഡ്, പോങ്താം ലേക്ക്, റേണുക വെറ്റ്ലാൻഡ്. അതുപോലെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഹിമാചൽ പ്രദേശിലെ ഒന്ന് നോക്കാം. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് കൺസർവേഷൻ ഏരിയ 2014-ലാണ് അത് ഡിക്ലെയർ ചെയ്തത്. മൗണ്ടൈൻ റെയിൽവേസ് ഓഫ് ഇന്ത്യ, കൽക്ക ഷിംല റെയിൽവേ ആണ് 2008-ലാണ് ഡിക്ലെയർ ചെയ്തത്. Nishi tribe of Arunachal Pradesh celebrate Longte festival. Longte എന്ന് പറയുന്നത് one of the oldest and agriculturally significant ആയിട്ടുള്ള നിഷി ട്രൈബിന്റെ ഒരു ഫെസ്റ്റിവൽ ആണ്. ഇതൊരു ഹാർബിഞ്ചർ, ഒരു ന്യൂ സീസണിന്റെ ഒരു ഹാർബിഞ്ചർ ആണ്. അതായത് നമ്മൾ സീഡ് സോയ് ചെയ്തതിനു ശേഷം കൾട്ടിവേറ്റഡ് ഫീൽഡിൽ ബിഗിൻ ചെയ്യുന്നതിന്റെ ഒരു ഫെസ്റ്റിവൽ ആണ്. അപ്പൊ ലാർജസ്റ്റ് എത്നിക് ഗ്രൂപ്പ് അരുണാചൽ പ്രദേശിലുള്ള ആൾക്കാരാണ് നിഷിസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ബാക്കി അരുണാചൽ പ്രദേശിലെ പോപ്പുലർ ഫെസ്റ്റിവൽസ് നമുക്ക് നോക്കാം. സിയാങ് റിവർ ഫെസ്റ്റിവൽ,
Pangkasu Pass Winter Festival, Shiro Festival of Music, Solum, Nyokum, Loser Festival, Dri Festival, Puri Boot, Loco, Sundan. British American author Salman Rushdie releases his memoir Knife. So, അദ്ദേഹത്തിന്റെ ഒരു ഹാർമോണിക് എക്സ്പീരിയൻസ് ബീങ് സ്റ്റാർഡ് അറ്റ് എ പബ്ലിക് ഇവന്റ് ഇൻ 2022 ഹി ഓവർകെയിം ദ നിയർ ഫാറ്റൽ ഓർഡിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ വേറെ പോപ്പുലർ നോവൽസ് എന്ന് പറയുന്നത് മിഡ് നൈറ്റ് ചിൽഡ്രൻ 1981 ബുക്കർ പ്രൈസ് വിന്നിംഗ് ആണ്, സാന്താനിക് വേഴ്സസ് 1988, ഷെയിം 1983. ഇനി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CPIയുടെ ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. സീനിയർ IPS ഓഫീസർ ആയിട്ടുള്ള അനുരാഗ് കുമാർ അപ്പോയിന്റഡ് ആസ് ജോയിന്റ് ഡയറക്ടർ ഓഫ് CBI. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ആണ് CPI. അദ്ദേഹം പ്രസന്റ്ലി IG ആണ് ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലും. ഇനി CBIയുടെ ജോയിന്റ് ഡയറക്ടർ ആയിട്ടാണ് അനുരാഗ് കുമാർ വരുന്നത്. അപ്പൊ ഡയറക്ടർ എന്ന് പറയുന്നത് പ്രവീൺ സൂദ് ആണ്. ഫോർമർ റവന്യൂ സെക്രട്ടറി തരുൺ ബജാജ് ടു ഹെഡ് US India ടാക്സ് ഫോറം. അപ്പൊ US India സ്ട്രാറ്റജിക് ആൻഡ് പാർട്ണർഷിപ്പ് ഫോറത്തിന്റെ ഒരു സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം പോയിന്റ് ചെയ്യപ്പെട്ടത്. അപ്പൊ US India ടാക്സ് ഫോറം എന്താണെന്ന് നോക്കാം. അത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത് February 25, 2020 മെമ്പർ കമ്പനീസിന് റെലവന്റ് ഗവൺമെന്റ് ഒഫീഷ്യൽസുമായിട്ട് എൻഗേജ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം, മെയിൻ ആയിട്ട് ടാക്സ് ഇഷ്യൂസിലും ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നതിലും US India കോറിഡോറിൽ, അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. നെക്സ്റ്റ്, സെൻട്രൽ അൺവീൽസ് 50 gram colored souvenir silver coin of Ram Lalla പ്രാൺ പ്രതിഷ്ഠ ഫോർ പബ്ലിക് പർച്ചേസ്. നമുക്ക് ഈ പിക്ചറിൽ കാണുന്ന പോലെ റാം ലല്ലയുടെ നമ്മുടെ ആ ഒരു ടെമ്പിളിന്റെയും പിക്ചർ വെച്ചുകൊണ്ട് ഒരു സിൽവർ കോയിൻ ഇറക്കിയിരിക്കുകയാണ്. ഇനി ട്രിബ്യൂട്ട് ടു ഹിസ്റ്റോറിക് പ്രാൺ പ്രതിഷ്ഠ സെറിമണി ഓഫ് റാം ലല്ല ഇൻ അയോധ്യ രാം മന്ദിർ. അപ്പൊ അയോധ്യ രാം മന്ദിറിൽ റാം ലല്ലയുടെ പ്രാൺ പ്രതിഷ്ഠ സെറിമണിക്ക് ട്രിബ്യൂട്ട് കൊടുത്തുകൊണ്ടാണ് ഈ ഇയറിൽ അങ്ങനെ ഒരു സിൽവർ കോയിൻ ഇറക്കിയിരിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഈ 50 gram colored souvenir സിൽവറിന്റെ ഒരു ലിമിറ്റഡ് എഡിഷൻ പബ്ലിക് സെയിലിന് വേണ്ടിയിട്ട് ഇറക്കിയത്. ഈ ഇനാഗുറേഷൻ സെറിമണി എന്ന് പറയുന്നത് 19th ഫൗണ്ടേഷൻ ഡേ സെലിബ്രേഷൻ ഓഫ് സ്റ്റേറ്റ് ഓൺ ദ സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഇറക്കിയത്. Rohit becomes first Indian to hit 500 2026. ഇന്ത്യ ആൻഡ് മുംബൈ ഇന്ത്യൻസിന്റെ സ്റ്റാർ ബാറ്റർ രോഹിത് ശർമ്മ 2020 ക്രിക്കറ്റിൽ 500 സിക്സസ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. അദ്ദേഹം ഇന്ത്യൻ പ്രീമിയർ ലീഗ് മാച്ചിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ആണ് ഈ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തത് വഖാണ്ഡെ സ്റ്റേഡിയത്തിൽ. രോഹിത്തിന്റെ സിക്സ് ടാലി എന്ന് പറയുന്നത് 502 സിക്സസ് ആണ്, 502 സിക്സസ്. ക്രിസ് ഗെയിലും കിറോൺ പൊലാർഡും ആൻഡ്രെ റുസലും കോളിൻ മുൺറോയും മാത്രമാണ് 2020 ഇങ്ങനെ ഇത്രയും കൂടുതൽ സിക്സസ് നേടിയിട്ടുള്ളത്. നേപ്പാൾ ദിപേന്ദ്ര സിംഗ് ഏറി ക്രിയേറ്റഡ് ഹിസ്റ്ററി ടു ഹിറ്റ് 6 sixes in an over. നേപ്പാളിലെ ദിപേന്ദ്ര സിംഗ് ഏറി അദ്ദേഹം 6 sixes ഒരു ഓവറിൽ അടിക്കുന്ന 2020 മാച്ച് മെൻസിന്റെ 2020 മാച്ചസിൽ അടിക്കുന്ന ആളായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിന് മുന്നേ ചെയ്തിരിക്കുന്നത് യുവരാജ് സിംഗ് ആണ്, അതുപോലെ വെസ്റ്റ് ഇന്ത്യൻ പ്ലെയർ ആയിട്ടുള്ള കെയ്റോൺ പോളണ്ട് ആണ്. കമ്രാൻ ഖാൻസ് ഓവർ ടൂറിംഗ് നേപ്പാൾസ് മാച്ച് അഗെയിൻസ്റ്റ് ഖത്തർ അറ്റ് ACC മെൻസ് പ്രീമിയർ കപ്പ് ഇൻ ഒമാൻ. ഒമാനിൽ വെച്ച് നടന്ന ACC മെൻസ് പ്രീമിയർ കപ്പില് ഖത്തറിനെതിരെയാണ് നേപ്പാളിന്റെ ഇങ്ങനെ ഒരു മാച്ച് നടന്നത്. IISc scientist develops sustainable hydrogel to remove microplastics from water. സസ്റ്റൈനബിൾ ഹൈഡ്രോജെൽ എന്ന് പറയുന്നത് ഒരു യുണീക് ഇന്റർവൈൻഡ് പോളിമർ നെറ്റ്വർക്ക് ആണ്. ഇതിനെ കണ്ടാമിനൻസ് ആയിട്ട് ബൈൻഡ് ചെയ്യാനും UV ലൈറ്റ് റേഡിയേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ ഡിഗ്രേഡ് ചെയ്യാനും സാധിക്കും. അപ്പൊ ഹൈഡ്രോജെൽ എന്ന് പറയുന്നത് ഹൈലി എഫിഷ്യന്റ് ആണ്. ഇത് 95% റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ 93% ഓഫ് 2 different types ഓഫ് മൈക്രോ പ്ലാസ്റ്റിക് വാട്ടറിൽ നിന്ന് റിമൂവ് ചെയ്യാനും ഹൈഡ്രോജെല്ലിന് സാധിക്കും. ഫോൺപേ പാർട്ട്നേഴ്സ് വിത്ത് ESEWA ഹാൻഡ് Pokhara to promote UPI in Nepal. So fintech firm ഫോൺപേ നേപ്പാളിലെ ഡിജിറ്റൽ വാലറ്റ് സർവീസ് ആയിട്ടുള്ള ഇ-സേവ ആയിട്ട് ചേർന്ന് ഹോട്ടൽ അസോസിയേഷൻ ഓഫ് നേപ്പാൾ പോക്രയും കൂടെ ചേർന്നിട്ട് ഡിജിറ്റൽ പേയ്മെന്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് സെവ ന്യൂ ഇയർ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് April 11 to 14 നേപ്പാളിലെ ഫെസ്റ്റിവൽ നടന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചത്. ഫോൺപേയുടെ ഇപ്പോഴത്തെ CEO സമീർ നിഗമാണ്. പാർട്ണർ ഓർഗനൈസേഷൻ വാൾമാർട്ട് ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് മഹാരാഷ്ട്ര. ഫൗണ്ട് ചെയ്തത് 2015.
ISRO preparing for next lunar mission Chandrayaan-4. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അതാണ് ISRO. അദ്ദേഹത്തിന്റെ ചീഫ് ആയിട്ടുള്ള S സോമനാഥ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ചന്ദ്രയാൻ പ്രൊജക്ടിന്റെ അപ്കമിംഗ് ഫേസും കൂടെ ഉണ്ട്. ചന്ദ്രയാൻ 4 വരുന്നുണ്ട്. ഇന്ത്യയുടെ aspiration of landing an astronaut at the moon by 2040. 2040 ആകുമ്പോഴത്തേക്കും ഇന്ത്യയുടെ ആസ്ട്രോണറ്റ്സിനെ മൂണില് ഇറക്കുക എന്നുള്ളതാണ് ഈ ഒരു മിഷന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 4 എന്ന് പറയുന്നത് മൂൺസില് ക്രാഫ്റ്റ് ഇറക്കി സാമ്പിൾ കളക്ട് ചെയ്ത് എർത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇത് ഒരു ഫുൾ സൈക്കിൾ ആയിട്ട് മൂണിന് തിരിച്ച് എർത്തിലേക്ക് വരുന്നത് ഫുൾ സൈക്കിൾ ആയിട്ടാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. നാസാസ് ക്ലിപ്പർ സ്പേസ് ക്രാഫ്റ്റ് ടു എക്സ്പ്ലോർ ജൂപ്പിറ്റേഴ്സ് മൂൺ യൂറോപ്പ. അപ്പോ ഇത് ഒക്ടോബറിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ലോഞ്ച് ചെയ്യാൻ. സ്പേസ് എക്സ് ഫാൽക്കൺ ഹെവി റോക്കറ്റ് ആണ് ഇത് ലോഞ്ച് ചെയ്തത്. ഇത് 5 വർഷത്തെ ഒരു ജേർണിയാണ്. 2031 സ്പേസ് ക്രാഫ്റ്റ് ഈ ഒരു ജൂപ്പിറ്ററിന്റെ ഓർബിറ്റിന്റെ അറൗണ്ടിൽ എത്തുന്നതും യൂറോപ്പയുടെ മൂണിലേക്ക് എത്തുന്നതും. ഫിഫ്ത്ത് ഇൻ ലൈൻ ഫ്രം ദ സണ്ണിൽ നിന്ന് 5ാമതാണ് ജൂപ്പിറ്റർ. ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ് സോളാർ സിസ്റ്റത്തില്. ജൂപ്പിറ്ററിന് 95 മൂൺസ് ആണുള്ളത്. സാറ്റേണിന് മാക്സിമം 146, അതിനാണ് കൂടുതൽ വരുന്നത്, 146 ഉണ്ട്. ജൂപ്പിറ്ററിന്റെ 4ാമത്തെ ലാർജസ്റ്റ് മൂണാണ്. അതുപോലെ ഫസ്റ്റ് ഡിസ്കവർ ചെയ്ത മൂണാണ്. എർത്തിന് ശേഷം ഗനിമെഡെ, കാലിസ്റ്റോ, ലോ, അതുപോലെ യൂറോപ്പ എന്നൊക്കെ പറയുന്നത്. ഗനിമെഡെ ജൂപ്പിറ്ററിന്റെ ലാർജസ്റ്റ് മൂണാണ്. ലാർജസ്റ്റ് മൂൺ ഇൻ ദ സോളാർ സിസ്റ്റം ഓൾസോ. യൂറോപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. യൂറോപ്പ എന്ന് പറയുന്നത് ജൂപ്പിറ്ററിന്റെ 4th ലാർജസ്റ്റ് മൂണാണ്. 90% ഓഫ് ദി സൈസ് ഓഫ് എർത്ത് മൂൺ. എർത്ത് മൂണിന്റെ 90% ഓഫ് സൈസ് ആയിരുന്നു വരുന്നത്. യൂറോപ്പ പ്രൈമറിലി മെയ്ഡ് ചെയ്തിരിക്കുന്നത് സിലിക്കേറ്റ് റോക്ക് കൊണ്ടാണ്. അതുപോലെ വാട്ടർ ഐസ് ക്രസ്റ്റ് ഉണ്ട്. അയോൺ നിക്കൽ കോറും കാണാം. വളരെ തിന്നായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. പ്രൈമറിലി ഓക്സിജൻ ആണ് അവിടെ കാണുന്നത്. ഇത് അണ്ടർനീത്ത് യൂറോപ്പാസ് ഐസി സർഫസ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് എർത്ത്. എർത്തിലുള്ളതിനേക്കാളും ട്വൈസ് എമൗണ്ട് വാട്ടർ ആണ് ഇവിടെ ഈ ഒരു ഐസി സർഫസിൽ കാണുന്നത്. നെക്സ്റ്റ്, ജപ്പാനീസ് ആസ്ട്രോനട്ട് ടു ബി ഫസ്റ്റ് നോൺ അമേരിക്കൻ ടു സെറ്റ് ഫുട്ട് ഓൺ മൂൺ. അപ്പൊ നാസയുടെ ജപ്പാൻ അഡ്വാൻസ് സ്പേസ് കോർപ്പറേഷനും സിംഗ് എഗ്രിമെന്റ് ഫോർ ലൂണാർ റോവറിന് വേണ്ടിയിട്ട് അവർ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. ഈ എഗ്രിമെന്റ് പ്രകാരം ജപ്പാൻ ആണ് ഇത് റോവർ ഡിസൈൻ ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും. ആൻഡ് ക്രൂഡ് എക്സ്പ്ലോറേഷൻ ഓഫ് മൂൺ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. നാസ വിൽ പ്രൊവൈഡ് ലോഞ്ച് ആൻഡ് ഡെലിവറി ഓഫ് ദി റോവർ. ഇപ്പൊ 2 ജപ്പാനീസ് ആസ്ട്രോണറ്റ് ആണ് ഈ മിഷനിൽ ലൂണാർ സർഫസിൽ ഇറങ്ങുന്നത്. 2 ജപ്പാനീസ് ആസ്ട്രോണറ്റ്സ് വൺ ഓഫ് നാസാസ് അപ്കമിംഗ് ആർട്ടിമിസ് മിഷനിലും ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരാൾ ഫസ്റ്റ് നോൺ അമേരിക്കൻ എവർ ടു ലാൻഡ് ഓൺ ദി മൂൺ എന്നുള്ള ഒരു പദവിയിലേക്ക് പോകുന്നുണ്ട്. Between 1969 and 1972, US Apollo program 12 അമേരിക്കൻസിനെ, ഓൾ വൈറ്റ് മെന്നിനെ മൂണിൽ വോക്ക് ചെയ്യിപ്പിച്ചിരുന്നു. നാസ പ്രീവിയസ്ലി ആർട്ടിമിസ് പ്രോഗ്രാമിനെ കുറിച്ച് അനൗൺസ് ചെയ്തിരുന്നു. അപ്പൊ ഫസ്റ്റ് വുമൺ ആൻഡ് ഫസ്റ്റ് പേഴ്സൺ ഓഫ് കളർ ലാൻഡ് ഓൺ ദി മൂൺ എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പൊ ഫസ്റ്റ് മിഷൻ ടു ടേക്ക് ആസ്ട്രോണോട്ട് ടു ദ ലൂണാർ സർഫസ് ആർട്ടിമിസ് 3 എന്ന് പറയുന്നത് 2026 പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചൈന meanwhile had said it seeks to put humans on the moon. 2030 ആകുമ്പോഴത്തേക്ക് മൂണിൽ ഹ്യൂമൻസിനെ എത്തിക്കുമെന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. ഈ വർഷം ജപ്പാനാണ് 5th country to succeed in landing in സ്പേസ് ക്രാഫ്റ്റ് ഓൺ ദി മൂൺ. മൂണിൽ സ്പേസ് ക്രാഫ്റ്റ് ലാൻഡ് ചെയ്തിരിക്കുന്നത്, സക്സീഡ് ചെയ്തിരിക്കുന്നത് ജപ്പാനാണ്. സ്ലിം ക്രാഫ്റ്റ് വിത്ത് ഇറ്റ് സ്ലിം ക്രാഫ്റ്റ്. ഹുറുൺ യൂണിക്കോൺ ഇൻഡെക്സ് 2024 യൂണിക്കോൺ ക്രിയേഷൻ പേസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ സ്ലോ ഡൗൺ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഗ്ലോബൽ യൂണിക്കോൺ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ഹുറൂൺ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കമ്പയർ ചെയ്തതാണ്. അത് ഷാങ്ഹായ് ചൈന ബേസ്ഡ് ആണ്. അപ്പൊ ഇതില് അൺലിസ്റ്റഡ് കമ്പനീസ് 2000s 2000ഓളം അൺലിസ്റ്റഡ് കമ്പനീസ് ഇതിനകത്ത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. കറന്റ് വാല്യുവേഷൻ എന്ന് പറയുന്നത് 1 ബില്യൺ ആണ്. അപ്പോ ഹുറൂൺ ഗ്ലോബൽ യൂണിക്കോൺ ഇൻഡെക്സ് 2024 പ്രകാരം US ആണ് യൂണിക്കോൺ ടാലിയിൽ ലീഡ് ചെയ്തിരിക്കുന്നത്. 703 യൂണിക്കോൺസ് ആണ് ഉള്ളത്. ചൈനയിൽ 340 യൂണിക്കോൺ ആണ്. ഇന്ത്യയിൽ 67 യൂണിക്കോൺ ആണ് വരുന്നത്. ഹുറൂൺ റിസർച്ച് പ്രകാരം 1453 യൂണിക്കോൺസ് ആണ് ഗ്ലോബലി വരുന്നത്. ഫസ്റ്റ് ടൈം ആണ് ഇന്ത്യ യൂണിക്കോൺ ക്രിയേഷനിൽ 2017 തൊട്ട് ഒരു ഡിക്ലൈൻ കാണിക്കുന്നത്. ഇന്ത്യയിൽ 2023 67 യൂണിക്കോൺസ് ഉണ്ടായിരുന്നു. ഇത് 2022 ഒന്ന് കുറവാണ്. ഇന്ത്യൻ ഫൗണ്ടേഴ്സ് കൂടുതലും ഓഫ് ഷോർ യൂണിക്കോൺസ് അതർ കൺട്രീസിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ ഫൗണ്ടേഴ്സ് co-founded in 109 യൂണിക്കോൺസ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പൊ ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻ കമ്പാരിസൺ ഇന്ത്യയിൽ ജസ്റ്റ് 67 മാത്രമേ ഉള്ളൂ എന്ന് പറയാം.
ഇപ്പോൾ ഹ്യൂറൻ റിപ്പോർട്ട് പ്രകാരം ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോം ആയിട്ടുള്ള സ്വിഗ്ഗി, ഫാൻസി സ്പോർട്സ് ഫോക്കസ്ഡ് Dream11 മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള യൂണിക്കോൺസ് ആണ് ഇന്ത്യയിലെ. അവർക്ക് 8 ബില്യൺ ആണ് ഈച്ച് വാല്യൂ ചെയ്തിരിക്കുന്നത്. 83rd റാങ്ക് ആണ് വേൾഡിൽ വരുന്നത്. ഇപ്പോ എഡ്യൂടെക് കമ്പനി ആയിട്ടുള്ള ബൈജൂസ് മോസ്റ്റ് വാല്യൂ ഡിസ്ട്രോയർ യൂണിക്കോൺ ഇൻ ദ വേൾഡ് എന്നായിട്ട് ഒരു പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് യൂണിക്കോൺ ലിസ്റ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. ബൈ സിറ്റി ന്യൂയോർക്കിൽ 133 യൂണിക്കോൺസ് ഉണ്ട്, ബെയ്ജിങ്ങിൽ 78 യൂണിക്കോൺസ്. ഇപ്പോ അവരാണ് കൂടുതൽ യൂണിക്കോൺ ലീഡിംഗ് ഹബ്സ് എന്ന് പറയുന്നത് വേൾഡില്. അതുപോലെ ബാംഗ്ലൂരു ആണ് 7th വിത്ത് 32 യൂണിക്കോൺസ്. അതുപോലെ മുംബൈ 19th വിത്ത് 40 യൂണിക്കോൺസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം പ്ലാസ്റ്റിക് ഓവർഷൂട്ട് ഡേ റിപ്പോർട്ട്. അപ്പൊ പ്ലാസ്റ്റിക് ഓവർഷൂട്ട് ഡേ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് ജനറേറ്റഡ് എക്സീഡ്സ് ദ വേൾഡ് കപ്പാസിറ്റി. അതിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് പ്ലാസ്റ്റിക് ഓവർഷൂട്ട് ഡേ എന്ന് പറയുന്നത്. അതെങ്ങനെ മാനേജ് ചെയ്യണം, അതെങ്ങനെയാണ് എൻവയോൺമെന്റൽ പൊല്യൂഷനിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 2024 ഗ്ലോബൽ പ്ലാസ്റ്റിക് ഓവർഷൂട്ട് ഡേ എന്ന് പറയുന്നത് പ്രൊജക്റ്റഡ് ടു ഒക്കർ ഓൺ September 5th. അപ്പോൾ as per the plastic overshoot day report, Swiss non-profit Earth Action ആണ് in 2024 220 million tons of plastic waste ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. 2024 നിയർലി 70 million tons of plastic നേച്ചറിൽ എൻഡ് അപ്പ് ചെയ്യും. പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ന് പറയുന്നത് 7.11% റൈസ് 2021 ശേഷം ഉണ്ടായിട്ടുണ്ട്. ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് 4th മീറ്റിംഗ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഇന്റർ ഗവൺമെന്റൽ നെഗോഷിയേറ്റിംഗ് കമ്മിറ്റിയുടെ 4th മീറ്റിംഗിന് ശേഷമാണ് ഈ റിപ്പോർട്ട് വരുന്നത്. ഒട്ടവ കാനഡയിൽ വെച്ചിട്ടാണ് നടന്നത്. ഇപ്പൊ വേൾഡ് ലീഡേഴ്സ് ഒക്കെ ഇതിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. India is among the 12 countries responsible for 60% of planet's mismanaged plastic waste. നമ്മുടെ വേൾഡിലെ തന്നെ മിസ്മാനേജ്ഡ് പ്ലാസ്റ്റിക് വേസ്റ്റിൽ 60% റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് 12 കൺട്രീസിൽ ഒന്ന് ഇന്ത്യയാണ്. ഇന്ത്യയുടെ പെർ ക്യാപിറ്റ പ്ലാസ്റ്റിക് വേസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വേൾഡിനേക്കാൾ among the lowest in world. 12 കൺട്രീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ചൈന, ഇന്ത്യ, റഷ്യ, ബ്രസീൽ, മെക്സിക്കോ, വിയറ്റ്നാം, ഇറാൻ, ഇന്തോനേഷ്യ, ഈജിപ്ത്, പാകിസ്ഥാൻ, US ആൻഡ് ടർക്കി. ഇത്രയും കൺട്രീസിലാണ് കൂടുതൽ പ്ലാസ്റ്റിക് പൊല്യൂഷൻ നടക്കുന്നത്. ഈ റിപ്പോർട്ടിൽ ഇന്ത്യനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ലോ വേസ്റ്റ് പ്രൊഡ്യൂസിംഗ് കൺട്രി ആയിട്ടാണ്. ഇറ്റ്സ് പൊല്യൂട്ടർ ഡ്യൂ ടു ഇറ്റ്സ് ലോ പെർ ക്യാപിറ്റ പ്ലാസ്റ്റിക് വേസ്റ്റ് പ്രൊഡക്ഷൻ. കാരണം പെർ ക്യാപിറ്റ പ്ലാസ്റ്റിക് വേസ്റ്റ് പ്രൊഡക്ഷൻ കുറവാണ്, 8 kg പെർ ക്യാപിറ്റ പെർ ഇയർ ആണ്. പക്ഷെ കൺട്രീസ് എക്സ്പെക്ടഡ് മിസ്മാനേജ്ഡ് വേസ്റ്റ് 2024 7.4 മില്യൺ ടൺസിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. അത് കുറച്ചും കൂടെ ഹൈ ആയിരിക്കും ഓക്കെ ഈ വർഷം. സ്റ്റിൽ ഇന്ത്യയുടെ മിസ്മാനേജ്ഡ് പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ന് പറയുന്നത് ചൈനയുടെ 150 ഉള്ളൂ. ചൈനയുടെ ലെസ് ദാൻ 1/5 ഓഫ് ചൈന, അതുപോലെ 1/3 ഓഫ് US. യുഎസിനെ ചൈനയെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്, പക്ഷെ എന്നാലും നമുക്ക് പ്ലാസ്റ്റിക് വേസ്റ്റ് കൂടുതൽ വരുന്നുണ്ട്. അപ്പോ ബെൽജിയത്തിൽ ലീഡ് ചെയ്യുന്ന ആൾക്കാരാണ് ടോപ്പ് പ്ലാസ്റ്റിക് വേസ്റ്റ് ജനറേറ്റേഴ്സ്. ഇയർലി അവരുടെ വേസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 147.7 kg പെർ പേഴ്സൺ ആണ്. ഒരാൾ 147.7 kg ആണ്, 16 ടൈംസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഇന്ത്യ. ഒമാൻ ആണ് ഈ കൺട്രീസിന്റെ ലിസ്റ്റിൽ ടോപ്പ് ആയിട്ട് വരുന്നത് മിസ്മാനേജ്ഡ് പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ ടേംസിൽ. ഇപ്പോ 111 kg ഓഫ് മിസ്മാനേജ്ഡ് പ്ലാസ്റ്റിക് വേസ്റ്റ് പെർ പേഴ്സൺ 2024 അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ കൺട്രിക്കും ഇറ്റ്സ് ഓൺ പ്ലാസ്റ്റിക് ഓവർഷൂട്ട് ഡേ ഉണ്ട്, ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്. അത് എമൗണ്ട് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് ജനറേറ്റഡ് ആൻഡ് കൺട്രീസ് കപ്പാസിറ്റി ടു മാനേജ് ഇറ്റ്, അതിന്റെ ഭാഗമായിട്ടാണ്. ഇന്ത്യക്ക് പ്ലാസ്റ്റിക് ഓവർഷൂട്ട് ഡേ April 23rd 17th April വേൾഡ് ഹീമോഫീലിയ ഡേ. വേൾഡ് ഹീമോഫീലിയ ഡേ എന്ന് പറയുന്നത് ഹീമോഫീലിയ ഡിസീസിന്റെ അവയർനെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഇത് മറ്റ് അതർ ഇൻഹെറിറ്റഡ് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഇനത്തിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ തീം എന്ന് പറയുന്നത് ഇക്വിറ്റബിൾ ആക്സസ് ഫോർ ഓൾ, റെക്കഗ്നൈസിങ് ഓൾ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് എന്നുള്ളതാണ്. ഇപ്പോൾ 1989 വേൾഡ് ഹീമോഫീലിയ ഡേ ആദ്യമായിട്ട് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയ സ്റ്റാർട്ട് ചെയ്തത്. അത് WFH ഫൗണ്ടർ ആയിട്ടുള്ള ഫ്രാം ഷ്നേബലിന്റെ ബർത്ത്ഡേ ആയിട്ട് അദ്ദേഹത്തിന് ഓണർ ചെയ്തിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഹീമോഫീലിയ എന്താണെന്ന് കൂടെ നോക്കാം. ഇതൊരു മെഡിക്കൽ കണ്ടീഷൻ ആണ്, മോസ്റ്റ്ലി ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ ആണ്. ഇവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള എബിലിറ്റി സിവിയർലി റിഡ്യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്.
ഇതൊരു റയർ ഡിസീസ് ആണ്. അത് 1000 പീപ്പിൾസ് എടുക്കുകയാണെങ്കിൽ ഒരാളിൽ മാത്രമേ ഈ ഒരു ഡിസീസ് വെച്ചുകൊണ്ട് ബോൺ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ്, നോട്ടഡ് കർണാട്ടിക് മ്യൂസീഷ്യൻ KG ജയൻ പാസസ് away. അപ്പൊ പത്മശ്രീ റെസിപ്പിയന്റ് ആണ് 2019 അദ്ദേഹം. അതുപോലെ അദ്ദേഹം കേരള സംഗീത അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. അദ്ദേഹം മലയാളം ഫിലിം ആക്ടർ ആയിട്ടുള്ള മനോജ് KJയുടെ അച്ഛനാണ്. ഇംഗ്ലണ്ട്സ് സ്പിൻ ലെജൻഡ് ധരേക് അണ്ടർവുഡ് പാസ്ഡ് അറ്റ് ദ ഏജ് ഓഫ് 78. അപ്പൊ അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പിൻ ബോളർ ആണ് ഇംഗ്ലണ്ടിലെ ടെസ്റ്റ് ക്രിക്കറ്റ് ഹിസ്റ്ററിയിൽ. സ്പേസ് ഇന്ത്യ അപ്പോയിന്റഡ് സഞ്ജന സാങ്കി ആസ് ഇറ്റ്സ് ബ്രാൻഡ് അംബാസിഡർ. സ്പേസ് ടെക്നോളജി ആൻഡ് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് സ്പേസ് ഇന്ത്യ എന്നാണ് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത്. 2001 ഫൗണ്ട് ചെയ്തത്. സ്പേസ് ഇന്ത്യ എന്ന് പറയുന്നത് ആസ്ട്രോണമി, സ്പേസ് സയൻസും സ്റ്റെം എഡ്യൂക്കേഷനും ഒക്കെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു പൈനറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇത് രജിസ്റ്റേർഡ് ആസ് സ്പേസ് ട്യൂട്ടർ ഓഫ് ദി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ISROയുടെ സ്പേസ് ട്യൂട്ടർ ഉള്ള ഒരു ഇതിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. A book, India, The Road to Renaissance, A Vision and an Agenda, launched in Hyderabad. Retired IAS officer and former UN official ആയിട്ടുള്ള ഭീമേശ്വര ചല്ലയാണ് ലേറ്റസ്റ്റ് ബുക്ക് അൺവീൽ ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ദ റോഡ് ടു റിനൈസൻസ് എ വിഷൻ ആൻഡ് എൻ അജണ്ട എന്നാണ് ബുക്കിന്റെ പേര്. ഗവൺമെന്റ് ടു എസ്റ്റാബ്ലിഷ് കോട്ടൺ ടെസ്റ്റ് ലാബ്സ് ഇൻ 6 states ഫോർ കസ്തൂരി കോട്ടൺ. യൂണിയൻ ഗവൺമെന്റ് ഹൈഗ്രേഡ് കോട്ടൺ ആയിട്ടുള്ള കസ്തൂരി കോട്ടനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബ് സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ട് 6 സ്റ്റേറ്റിലായിട്ടാണ് വരുന്നത്. മഹാരാഷ്ട്ര, തമിഴ്നാട്, ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്, കർണാടക. അപ്പൊ ഇവിടെ ഇന്ത്യൻ കസ്തൂരി കോട്ടൺ ഒരു ഗ്ലോബൽ ബ്രാൻഡാണ്. അപ്പൊ അതിനെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ലാബ് എന്ന് പറയുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡുമായിട്ട് കൺവേർജ് ചെയ്തിട്ടാണ് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് ഒക്കെ അവരുടെ നോംസ് അനുസരിച്ചിട്ടാണ് വരുന്നത്. ഇപ്പൊ ഇന്ത്യ അവരുടെ ഗ്ലോബൽ കോട്ടൺ ബ്രാൻഡ്സ്, അതായത് സുപിമ, ഗിസ എന്നൊക്കെ പറയുന്ന ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് ഇന്ത്യക്ക്. അത് എക്സെപ്ഷണലി സോഫ്റ്റ് ആണ്, സ്ട്രെങ്ത് ഉള്ളതും ഡ്യൂറബിലിറ്റി ഉള്ളതുമാണ്. പക്ഷെ ഇന്ത്യ is only recently branded its cotton despite being a major producer with the largest area under the crop. ഈ ക്രോപ്പ് കൂടുതൽ ഏരിയ കൊടുത്തുകൊണ്ട് ഒരു റീസെന്റ് ആയിട്ടാണ് ഒരു മേജർ പ്രൊഡ്യൂസർ ആയിട്ട് വന്നു തുടങ്ങിയത്. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് is the 10th busiest airport. അപ്പൊ എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ വേൾഡ് അവരൊരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ്. എയർപോർട്ട് സ്റ്റാൻഡേർഡ്സ് SSCI മെഷർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അവർ ഡൽഹിയിലെ IGI, അതായത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിന് 10th busiest എയർപോർട്ട് ഇൻ ദ വേൾഡ് ഇൻ 2023 ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 7.22 crore passengers ആണ് അവിടെ വരുന്നത്. So from the top 10 rankings for total passenger traffic, 5 of the airport are in the United States. അപ്പൊ 10 റാങ്കിങ്ങിൽ ആദ്യത്തെ അഞ്ചും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള എയർപോർട്ട്സ് ആണ്. ഹാർട്ട്സ്ഫീൽഡ്, ജാക്സൺ, അറ്റ്ലാന്റ ഇന്റർനാഷണൽ എയർപോർട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ളതാണ്. അവർക്കാണ് ടോപ്പ് റാങ്ക് കിട്ടിയത്. 10.46 crore passengers ആണ് വരുന്നത്. ക്രിസ്റ്റാലിന ജോർജിയ റീഅപ്പോയിന്റഡ് ആസ് IMF മാനേജിംഗ് ഡയറക്ടർ. ഒരു 5 വർഷത്തെ ടേമിലേക്ക് 1 October 2024 സ്റ്റാർട്ട് ചെയ്യുന്ന 5 വർഷ ടേമിലേക്കാണ് അവരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് IMF എന്ന് പറയുന്നത് വാഷിംഗ്ടൺ DC ആണ്, USA. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഒരു മേജർ ഫിനാൻഷ്യൽ ഏജൻസിയാണ്. ഇവന്റെ IMF ക്രിയേറ്റ് ചെയ്തത് ജൂലൈ 1944 ഇന്ത്യ ഒരു ഫൗണ്ടിംഗ് മെമ്പർ ആണ്. Ahmad Abdullah Al Ahmad Al Sabah appointed as new Prime Minister of Kuwait. Former Prime Minister Sheikh Mohammed Sabah Al Salim Al Sabah ആണ്. ക്യാപിറ്റൽ കുവൈറ്റ് സിറ്റി ആണ്. കറൻസി കുവൈറ്റി ദിനാർ ആണ്. India and Mauritius signed protocol to amend tax treaty. ഇന്ത്യയും മൗറീഷ്യസും ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് പ്രോട്ടോകോൾ സൈൻ ചെയ്തിരിക്കുകയാണ്. ഇത് to include a principal purpose test to decide whether a foreign investor is eligible to claim treaty benefits. അപ്പൊ ട്രീറ്റി ബെനിഫിറ്റ്സിൽ ക്ലെയിം ചെയ്യാൻ ഫോറിൻ ഇൻവെസ്റ്റർ എലിജിബിൾ ആണോ അല്ലേ എന്ന് ഡിസൈഡ് ചെയ്യുന്ന പ്രിൻസിപ്പൽ പർപ്പസ് ടെസ്റ്റ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 1983 ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് മൗറീഷ്യസും ഒരു യുനാനിമസ് ആയിട്ടുള്ള ഡിസിഷനിൽ എത്തുന്നത് ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിനാണ് DTA എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ മൗറീഷ്യസ് എന്ന് പറയുന്നത് പ്രിഫേർഡ് ജൂറിസ്ഡിക്ഷൻ ഫോർ എൻഗേജിങ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്സ് വിത്ത് ഇന്ത്യ. അപ്പൊ ഇന്ത്യയുമായിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്.
അപ്പോൾ ഡ്യൂ ടു ഈ നോൺ ടാക്സബിലിറ്റി കാരണം ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത് ഫ്രം ദ സെയിൽ ഓഫ് ഷെയർ ഇൻ ഇന്ത്യൻ കമ്പനീസ് അണ്ട് 2026. അപ്പം ഈ മൗറീഷ്യസിന് ശരിക്കും ടാക്സ് ഹെവൻ ആയിട്ടാണ് പറയുക, അതായത് അവിടെ ടാക്സ് കുറവാണ്. ഇപ്പോ അതുകൊണ്ടാണ് ഈ ടാക്സ് നമ്മുടെ ഡബിൾ ടാക്സേഷൻ ഒക്കെ അവോയ്ഡ് ചെയ്യുന്നത്. അതായത് മദർ കൺട്രിയിലും ബ്രാഞ്ച് ഉള്ള കൺട്രിയിലും ടാക്സ് ചെയ്യണം എന്നുള്ള ഒരു ഡബിൾ ടാക്സേഷൻ നയം അവോയ്ഡ് ചെയ്യുന്നത് ഈ ഒരു ടാക്സ് ഹെവൻ ആയതുകൊണ്ടാണ് മൗറീഷ്യസ്. ഓക്കെ, 2016 ഇന്ത്യയും മൗറീഷ്യസും ഒരു റിവൈസ്ഡ് ടാക്സ് എഗ്രിമെന്റ് സൈൻ ചെയ്തു. അത് ഇന്ത്യക്ക് റൈറ്റ് ടു ടാക്സ് ക്യാപിറ്റൽ ഗെയിൻസ് ഇൻ ഇന്ത്യ, ഇന്ത്യക്ക് ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്ന രീതിയിലായിരുന്നു അത് സൈൻ ചെയ്യപ്പെട്ടത്, അതായത് ഷെയറിന്റെ ട്രാൻസാക്ഷന്റെ സമയത്ത്. അപ്പൊ ഇത് April 1, 2027 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ്, ധർമ്മശാല ടു ഗെറ്റ് ഇന്ത്യസ് ഫസ്റ്റ് ഹൈബ്രിഡ് പിച്ച്. അപ്പൊ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയം ഫസ്റ്റ് BCCI അക്രഡിറ്റഡ് വെന്യൂ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഹൈബ്രിഡ് പിച്ച് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഒരു ഫ്യൂച്ചർ ഇന്റർനാഷണൽ ആൻഡ് IPL മാച്ചസ് ഇവിടെ നടക്കാനുള്ള ഒരു ട്രാക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോ നെതർലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള സ്വിസ്ഗ്രാസ്, അതൊരു സ്വിസ് പിച്ചേഴ്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഭാഗമാണ്. അവരാണ് ഫസ്റ്റ് എവർ ഹൈബ്രിഡ് പിച്ച് ഇൻസ്റ്റാളേഷൻ നടത്തിയത്. കട്ടിംഗ് എഡ്ജ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് which will transform the game by providing a more durable, consistent and high performing playing surface. കുറച്ചും കൂടെ ഡ്യൂറബിൾ ആയിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഹൈ പെർഫോമിംഗ് പ്ലേയിങ് സർഫസ് പ്രൊവൈഡ് ചെയ്യാൻ കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. സൺറൈസേഴ്സ് ഹൈദരാബാദ് റെക്കോർഡഡ് the highest runs of the Indian Premier League history. ഇപ്പൊ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ചെയ്തിരിക്കുകയാണ്, അതായത് IPL എക്കാലത്തെയും ഹയസ്റ്റ് സ്കോറിംഗ്. ഇപ്പൊ അവര് 287 റൺസ് 20 ഓവർ കൊണ്ട് എടുത്തിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു അഗെയിൻസ്റ്റ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. അപ്പൊ ഇവരുടെ പ്രീവിയസ് റെക്കോർഡ് എന്ന് പറയുന്നത് 277 റൺസ് അഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ് ആണ്. ഇവരുടെ 287 for 3 വാസ് ഓൾസോ ദ സെക്കൻഡ് ഹയസ്റ്റ് ഇൻ ഓൾ മെൻസ് 2020 ക്രിക്കറ്റ്. ഇതിനകത്ത് മോസ്റ്റ് സിക്സസും IPL ഇന്നിംഗ്സിൽ വന്നത് ഇവിടെ നിന്നാണ്. ഓൺലി വൺ ഹയർ ഇസ് 314 for 3 by Nepal against Mongolia in Asian Games. അത് മാത്രമാണ് കുറച്ചുകൂടി ഇതിൽ കൂടുതലായിട്ട് വരുന്നത്. ബാക്കി നോക്കുവാണെങ്കിൽ ഇതാണ് റെക്കോർഡ്. ട്രെവിസ് ഹെഡ് ഓഫ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഫോർത്ത് ഫാസ്റ്റസ്റ്റ് IPL സെഞ്ചുറി 39 ബോൾസിനാണ് എടുത്തത്. ഫാസ്റ്റസ്റ്റ് 100s in IPL ഹിസ്റ്ററി ക്രിസ് ഗെയിൽ 30 ബോൾസ് 2013 എടുത്തിരുന്നു. Nat Siver Brood named as Wisden's leading cricketers in the world. ഇംഗ്ലണ്ടിലെ ഓൾറൗണ്ടർ ആയിട്ടുള്ള നാറ്റ് സിവർ ബ്രൂഡ്, ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള പാറ്റ് കമ്മിൻസ്, ലീഡിംഗ് ക്രിക്കറ്റേഴ്സ് വുമൺ ആൻഡ് മെൻ ഇൻ ദ വേൾഡ് ഇൻ 2024 എഡിഷനിൽ വിസ്ഡൻ ക്രിക്കറ്റേഴ്സ് ആൽമനക്കിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സിവർ ബ്രൂഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇംഗ്ലണ്ട് വുമൺ ടു ബി ഗിവൺ ഇൻ ദി ഓണർ കൊടുക്കുന്ന ആദ്യത്തെ ഇംഗ്ലീഷ് വുമൺ ആണ് സിവർ ബ്രൂഡ്. വിസ്ഡൻ ക്രിക്കറ്റേഴ്സ് ആൽമനാക്ക് എന്ന് പറയുന്നത് സിംപ്ലി വിസ്ഡൻ എന്ന് പറയും. കൊളോക്കിലി ദി ബൈബിൾ ഓഫ് ക്രിക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ്സ് ക്രിക്കറ്റ് റെഫറൻസ് ബുക്കാണ്. ആനുവലി യുണൈറ്റഡ് കിങ്ഡം ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. 18th April വേൾഡ് ഹെറിറ്റേജ് ഡേ 2024. വേൾഡ് ഹെറിറ്റേജ് ഡേ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേ ഫോർ മോണുമെന്റ്സ് ആൻഡ് സൈറ്റ്സ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഇത് കൾച്ചറൽ ലെഗസി ഓണർ ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഈ വർഷത്തെ തീം ഡിസ്കവർ ആൻഡ് എക്സ്പീരിയൻസ് ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ്. ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ മോണുമെന്റ്സ് ആൻഡ് സൈറ്റ്സ് വേൾഡ് ഹെറിറ്റേജ് ഡേ ക്രിയേറ്റ് ചെയ്തു 1982. വൈസ് അഡ്മിറൽ ദിനേശ് ത്രിപാഠി അപ്പോയിന്റഡ് നെക്സ്റ്റ് നേവി ചീഫ്. അപ്പൊ വൈസ് അഡ്മിറൽ ആയിട്ട് ദിനേശ് കുമാർ ത്രിപാഠിനെ നെക്സ്റ്റ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. കറന്റ് ചീഫ് അഡ്മിറൽ R. ഹരികുമാർ April 13 സൂപ്പർനുവേഷൻ ചെയ്യാണ്. Amitabh Bachchan to be honored with the prestigious third Lata Deennath Mangeshkar Award. Previous recipient of this esteemed award എന്ന് പറയുന്നത് Prime Minister Narendra Modi ji 2022, popular singer Asha Bhosale 2023. അപ്പോൾ ഇത് ദീനനാഥ് മങ്കേഷ്കർ സ്മൃതി പ്രതിഷ്ഠ ഇൻ മെമ്മറി ഓഫ് ലതാ മങ്കേഷ്കറിന്റെ ഒരു മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ട് 2022 February 6 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് ആനുവലി April 24 പ്രസന്റ് ചെയ്യുക. അത് ലതാ മങ്കേഷ്കറിന്റെ ഫാദറിന്റെ മെമ്മോറിയൽ ഡേ ആണ്. തിയേറ്റർ മ്യൂസിക് വെറ്ററൻ ദീനനാഥ് മങ്കേഷ്കർ. അമിതാഭ് ബച്ചൻ 1942 October 11 ഫോൺ ചെയ്തിരിക്കുന്നത്. ഒത്തിരി അവാർഡ് വിന്നിംഗ് ചെയ്തിട്ടുണ്ട്. 4 നാഷണൽ ഫിലിം അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്, 15 ഫിലിം ഫെയർ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. 2015 he was honored with
പത്മവിഭൂഷൺ ഇന്ത്യയുടെ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. ഇന്ത്യ ഡെലിവേഴ്സ് ഫസ്റ്റ് ബാച്ച് ഓഫ് ബ്രഹ്മോസ് മിസൈൽസ് ടു ഫിലിപ്പൈൻസ്. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഒരു എക്സ്പോർട്ട് ഓർഡർ എടുക്കുന്നത് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ. അപ്പൊ ഇത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു ജോയിന്റ് വെഞ്ചർ ആണ്. ജനുവരി 2022 രണ്ട് കൺട്രീസും ഒരു ഡീല് ഓൾമോസ്റ്റ് 375 മില്യൺ ഒരു ഡീല് സൈൻ ചെയ്തു. ഫിലിപ്പീൻ മറൈൻസുമായിട്ട് ചേർന്നിട്ട് 3 ബാറ്ററീസ് ഓഫ് മിസൈൽസിന് വേണ്ടിയിട്ടാണ്. BrahMos battery comprises 4 mobile autonomous launchers, each with 3 missiles. അപ്പോൾ ഇതിൽ 12 missiles at similar number of targets within 30 seconds. 30 സെക്കൻഡോട് സിമിലർ നമ്പർ ഓഫ് ടാർഗറ്റ്സിന് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഇന്ത്യ ഡിഫൻസ് എക്സ്പോർട്ട് ടാർഗറ്റ് 35,000 crore ആണ് 2024-25 സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് 32.5%. ലാസ്റ്റ് ഫിസിക്കൽ ഇതിനേക്കാളും കൂടിയിട്ടുണ്ട്. അത് 21,000 കോടി ആണ് ആദ്യമായിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്പേസ് ടെസ്റ്റിംഗ് ഹബ് സെറ്റപ്പ് ബൈ DRDO ഇനാഗ്രേറ്റഡ് ഇൻ കേരള. സ്പേസ് സബ്മേഴ്സിബിൾ പ്ലാറ്റ്ഫോം ഫോർ acoustic characterization and evaluation. അതാണ് സ്പേസ്. ഇത് സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ചെയർമാൻ DRDO ഡോക്ടർ സമീർ വി കമത്ത് ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അണ്ടർ വാട്ടർ അക്കോസ്റ്റിക് റിസർച്ച് ഫെസിലിറ്റി കുളമാവോ ഇടുക്കിയിലാണ്, കേരളത്തിലാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത്. സ്പേസ് നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യനോഗ്രാഫിക് ലബോറട്ടറി ഓഫ് DRDO ആണ് ഇത് സെറ്റപ്പ് ചെയ്തത്. ഇത് പ്രീമിയർ ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ ഹബ്ബാണ് സോണാർ സിസ്റ്റത്തിന് വേണ്ടിയിട്ട്. ഇന്ത്യൻ നേവി ആണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഷിപ്പും സബ്മറൈൻസും ഹെലികോപ്റ്റേഴ്സും അതിന് വേണ്ടിയിട്ടുള്ള വേരിയസ് പ്ലാറ്റ്ഫോംസ് ഇൻക്ലൂഡഡ് ആണ്. സോണാർ സിസ്റ്റംസ് അതായത് സൗത്ത് നാവിഗേഷൻ റേഞ്ചിങ് സിസ്റ്റംസ് നേവൽ ഫോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് അണ്ടർ വാട്ടറിലുള്ള ഒബ്ജക്ട്സിനെ ഐഡന്റിഫൈ ചെയ്യാനും ലൊക്കേറ്റ് ചെയ്യാനും ഡിറ്റക്ട് ചെയ്യാനും വേണ്ടിയിട്ട് സൗണ്ട് വേവ്സ് യൂസ് ചെയ്തുകൊണ്ട്. സ്പേസ് എന്ന് പറയുന്നത് ഒരു മൈൽ സ്റ്റോൺ ഉണ്ടാക്കിയിരിക്കുകയാണ് നേവൽ ടെക്നോളജി അഡ്വാൻസ്മെന്റുമായി ബന്ധപ്പെട്ട്. സബ്മേഴ്സിബിൾ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് 100 മീറ്റർ ഡെപ്തിലേക്ക് വരെ ലോവർ ചെയ്യാൻ പറ്റും. ഇപ്പൊ മോഡേൺ ആയിട്ട് വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള സയന്റിഫിക് ലബോറട്ടറീസ് ഈ ഡാറ്റ പ്രോസസ് ചെയ്യാനുള്ളത് കാപ്പബിൾ ആയിട്ടൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സാമ്പിൾ അനാലിസിസ് ആന്റി സബ്മറൈൻ വാർഫെയർ റിസർച്ചിന് വേണ്ടിയിട്ടുള്ളത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. IIT Kanpur and AFMS to develop tech for monitoring soldiers' health in tough terrains. Armed Forces Medical Services ഒരു മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് റിസർച്ച് ആൻഡ് ട്രെയിനിങ് വിത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൺപൂറുമായിട്ട് ചേർന്ന് സൈൻ ചെയ്തിട്ടുണ്ട് 18 April 2024. അപ്പൊ ഈ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് പ്രകാരം AFMS-ഉം IIT കാൺപൂറും കൂടി ടീം അപ്പ് ചെയ്തിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പുതിയ ടെക്നോളജിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെറൈൻസിൽ സോൾജിയേഴ്സ് ഫേസ് ചെയ്യുന്ന ഹെൽത്ത് പ്രോബ്ലംസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. INS തൽവാർ അതായത് ഇന്ത്യൻ നേവി സീസസ് 940 kg ഡ്രഗ്സ് ഇൻ അറേബ്യൻ സീ ഇൻ ഫസ്റ്റ് ഇന്റർഡിക്ഷൻ ആസ് ദ CMF മെമ്പർ. INS തൽവാർ എന്ന് പറയുന്നത് കനേഡിയൻ ലീഡ് ആയിട്ടുള്ള കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് സപ്പോർട്ട് ചെയ്യുന്നതാണ് 150 എന്നുള്ളത്. ഫസ്റ്റ് ഡ്രഗ് ഇന്റർഡിക്ഷൻ നടത്തിയിരിക്കുകയാണ് ഒരു കമ്പൈൻഡ് മാരിടൈം ഫോഴ്സസിൽ മെമ്പർ ആയതിനു ശേഷം November 2023 മെമ്പർ ആയിരുന്നത്. CMF എന്ന് പറയുന്നത് വേൾഡിലെ ലാർജസ്റ്റ് ഇന്റർനാഷണൽ നേവൽ പാർട്ണർഷിപ്പ് ആണ്. 43 നേഷൻസ് ആണ് അതിൽ വരുന്നത്. ഇന്റർനാഷണൽ റൂൾ ബേസ്ഡ് ഓർഡർ ആണ് ഇവര് സെക്യൂരിറ്റി പ്രൊമോട്ട് ചെയ്യാനും സ്റ്റെബിലിറ്റിക്കും വേണ്ടിയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് 3.2 മില്യൺ സ്ക്വയർ മൈൽസ് ഓഫ് വാട്ടറിനെ ക്രോസ് ചെയ്തിട്ടാണ് ഇത് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കമ്പൈൻഡ് മാരിടൈം ഫോഴ്സസ് എന്താ നോക്കാം. മൾട്ടിനാഷണൽ നേവൽ പാർട്ണർഷിപ്പ് ആണ്. ബഹറിൻ ബേസ് ചെയ്തിട്ടാണുള്ളത്. ഇത് സെക്യൂരിറ്റി സ്റ്റെബിലിറ്റി പ്രോസ്പെറിറ്റി അക്രോസ് അപ്രോക്സിമേറ്റ്ലി 3.2 മില്യൺ സ്ക്വയർ മൈൽസ് ഓഫ് ഇന്റർനാഷണൽ വാട്ടേഴ്സ് ഇതിനു വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്നത് ടെററിസം ഡിഫീറ്റ് ചെയ്യുക, പൈറസി പ്രിവെന്റ് ചെയ്യുക, റീജിയണൽ കോർപ്പറേഷൻ എൻകറേജ് ചെയ്യുക, സേഫ് ആയിട്ടുള്ള ഒരു മാരിടൈം എൻവയോൺമെന്റ് കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ്. ഇപ്പൊ പ്യൂർലി ഇത് വോളണ്ടറി ആണ്. നോ നേഷൻ ഈസ് ആസ്ക്ഡ് ടു ക്യാരി ഔട്ട് എനി ഡ്യൂട്ടി ദാറ്റ് ഇറ്റ് ഈസ് അൺവില്ലിംഗ് ടു കണ്ടക്ട്. അൺവില്ലിംഗ് ആണെങ്കിൽ ചെയ്യേണ്ട, നിർബന്ധിച്ചൊന്നും ചെയ്തില്ല, വോളണ്ടറി ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് co-located ഇത് US Navy Central Command and US Navy 5th Fleet at Naval Support Activity, Bahrain. Nigeria has become the inaugural nation to introduce the innovative MEN5CV vaccine. ഇപ്പൊ നൈജീരിയ എന്ന് പറയുന്നത് ആദ്യമായിട്ട് MEN5CV വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന WHO റെക്കമെൻഡ് ചെയ്ത വാക്സിൻ തന്നെയാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ നേഷനായിട്ട് മാറിയിരിക്കുകയാണ്.
ഇപ്പോ മെനിങ്കോകോക്കൽ ബാക്ടീരിയ സ്ട്രെയിൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന 5 സ്ട്രെയിൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു വാക്സിൻ ആണിത്. ഇതൊരു ഹിസ്റ്റോറിക് മൈൽ സ്റ്റോൺ തന്നെയാണ്. അതായത് മെയിൻ ആയിട്ട് മെനിഞ്ചൈറ്റിസിനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ആഫ്രിക്കയിൽ കുറെ ഭയങ്കരമായിട്ടുള്ള ത്രെട്ട് ഉണ്ടാക്കുന്ന ഡിസീസ് ആണ്, പർട്ടിക്കുലർലി നൈജീരിയയിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ വാക്സിൻ ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. Stephanos Tsitsipas wins Monte Carlo Masters 1000 for third time. 24-year-old ആയിട്ടുള്ള ടെന്നീസ് പ്ലെയർ ആണ് സ്റ്റെഫനോസ്. ഗ്രീസിലെ പ്ലെയർ ആണ്. കാസ്പർ റുഡ് എന്ന് പറയുന്ന നോർവേയുടെ പ്ലെയറിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് തേർഡ് ATP മോണ്ടെ കാർലോ മാസ്റ്റേഴ്സ് 1000 ടൈറ്റിൽ വിൻ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം 2021-ലും 2022-ലും ഇതേ ടൈറ്റിൽ വോൺ ചെയ്തിരുന്നു. രോഹിത് ശർമ്മ ബിക്കം സെക്കൻഡ് പ്ലെയർ ടു പ്ലേ 250th ഗെയിം ഇൻ IPL. അപ്പോൾ മാച്ച് പഞ്ചാബ് കിങ്സിനെതിരെയാണ് നടന്നത്. ഛത്തീസ്ഗഡിലെ പഞ്ചാബ് കിങ്സിനെതിരെ നടന്നു. അതിൽ രോഹിത് അദ്ദേഹത്തിന്റെ 250th ഇന്ത്യൻ പ്രീമിയർ ലീഗ് കളിച്ചു. അപ്പോ അദ്ദേഹം ഈ IPL ചരിത്രത്തിൽ തന്നെ ഈ ഒരു അച്ചീവ്മെന്റ് നേടുന്ന സെക്കൻഡ് പ്ലെയർ ആണ്. ആദ്യത്തെ പ്ലെയർ ചെന്നൈ സൂപ്പർ കിങ്സിലെ ലെജൻഡറി ആയിട്ടുള്ള മഹേന്ദ്ര സിംഗ് ധോണിയാണ്. ദിനേശ് കാർത്തിക് 249, വിരാട് കോഹ്ലി 244 കളികളും കളിച്ചിട്ടുണ്ട്. രോഹിത് ഓൾസോ റീച്ച്ഡ് 6500 runs in IPL, only fourth batter becoming this record. വിരാട് കോഹ്ലി 7624 റൺസ് എടുത്തിട്ടുണ്ട്. ശിഖർ ധവാൻ 6769 റൺസ്. ഡേവിഡ് വാർണർ 6563 റൺസ്. ISRO aims to make space missions debris free by 2030. ഇന്ത്യൻ സ്പേസ് ഓർഗനൈസേഷൻ ചെയർമാനായിട്ട് എസ് സോമനാഥ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യ ഡെബ്രിസ് ഫ്രീ സ്പേസ് 2030 ആകുമ്പോഴത്തേക്കും അച്ചീവ് ചെയ്യാനുള്ള ഒരു എയിം ഇടുന്നുണ്ടെന്ന്. ഇത് 42nd ഇന്റർ ഏജൻസി സ്പേസ് ഡെബ്രിസ് കോർഡിനേഷൻ കമ്മിറ്റീനെ അഡ്രസ് ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് ഇതിന്റെ ആനുവൽ മീറ്റിംഗ് നടന്നത്. Astronomers find black hole 33 times more massive than our sun. Astronomer യൂറോപ്യൻ സൗതേൺ ഒബ്സർവേറ്ററി ഗെയ മിഷനിൽ ഒരു മിൽക്കി വേസ് മോസ്റ്റ് മാസീവ് ആയിട്ടുള്ള ബ്ലാക്ക് ഹോൾ സ്പോട്ട് ചെയ്തു. ഇത് നമ്മുടെ സണ്ണിനേക്കാളും 33 ടൈംസ് ബിഗർ ആണ്. അതുപോലെ 2000 ലൈറ്റ് ഇയേഴ്സ് എവേ ഫ്രം എസ്. ഈ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് ഗെയ BH3 എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് ക്ലോസസ്റ്റ് ബ്ലാക്ക് ഹോൾ ടു എർത്ത് ആണ്. അക്വില കൺസ്റ്റലേഷനിലാണ് ഇത് കാണുന്നത്. കെയ എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡ് ആണ്. അതിന്റെ മീനിങ് ദ ഈഗിൾ എന്നാണ്. അപ്പൊ ക്ലോസസ്റ്റ് ബ്ലാക്ക് ഹോൾ ടു എർത്ത് ഈസ് ഗയ BH1. അത് ഗയാൽ ഡിസ്കവേർഡ് ബൈ ഗയ. ഇത് 1560 ലൈറ്റ് ഇയേഴ്സ് എവേ ആണ്. ഓക്കെ, അതിനേക്കാളും കുറച്ചും കൂടെ ദൂരെയാണ് BH2 എന്ന് പറയുന്നത്. Indigenous technology cruise missile successfully flight tested by DRDO off the Odisha coast. അപ്പൊ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് DRDO. അവര് സക്സസ്ഫുൾ ആയിട്ട് ലോങ് റേഞ്ച് സബ്സോണിക് ഇൻഡിജീനിയസ് ടെക്നോളജി ക്രൂയിസ് മിസൈലിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തിയിരിക്കുകയാണ്. ഇത് ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് ചന്ദിപ്പൂരിൽ വെച്ചിട്ട് ഒഡീഷയിൽ വെച്ചിട്ടാണ് 18th April 2024 നടത്തിയത്. ടെസ്റ്റിംഗിന്റെ സമയത്ത് എല്ലാ സബ്സിസ്റ്റൻസും എക്സ്പെക്ടേഷൻ അനുസരിച്ച് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. മിസൈൽ ഡെവലപ്പ് ചെയ്തത് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള DRDO ലബോറട്ടറിയിലാണ്. എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റിൽ. ഇൻഡിജീനിയസ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റിലാണ്. ഡിഫൻസ് മിനിസ്റ്റർ നമ്മുടെ രാജ്നാഥ് സിംഗ് ആണ്. സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് R&D ചെയർമാൻ DRDO എന്ന് പറയുന്നത് ഡോക്ടർ സമീർ V കമത്ത് ആണ്. 16th വേൾഡ് ഫ്യൂച്ചർ എനർജി സബ്മിറ്റ് ഹെൽഡ് ഇൻ അബുദാബി. ഇത് April 16 മുതൽ 18 വരെ അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്റർ UAE വെച്ചിട്ടാണ് നടന്നത്. മസ്ദാർ ഒരു ഇറ്റ്സ് എ കീ പ്ലെയർ ഇൻ UAE's ക്ലീൻ എനർജി സെക്ടർ. വേൾഡ് ഫ്യൂച്ചർ എനർജി സബ്മിറ്റ് ഓർഗനൈസ് ചെയ്ത സെക്ടറാണ്. WFES എന്ന് പറയുന്ന വേൾഡിലെ ലീഡിംഗ് ബിസിനസ് ഇവന്റ് ആണ്. ഇത് ഗ്ലോബൽ ക്ലൈമറ്റ് ആക്ഷൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്ന ഒരു ഇവന്റ് ആണ്. റിന്യൂവബിൾ എനർജി ആൻഡ് വാട്ടർ സെക്യൂരിറ്റി, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇതെല്ലാം അവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ഗ്ലോബൽ ട്രേഡ് ഔട്ട്ലുക്ക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് ബൈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അപ്പൊ WTOയുടെ ഗ്ലോബൽ ട്രേഡ് ഔട്ട്ലുക്ക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ വേൾഡിലെ 4th ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് ഡിജിറ്റലി ഡെലിവേർഡ് സർവീസസ്. ഇത് ഓവർ 1/5 ഓഫ് ഗ്ലോബൽ ട്രേഡ് ഇൻ സർവീസസ്. പിന്നീട് എക്സ്പോർട്ട് ഓഫ് ഡിജിറ്റലി ഡെലിവേർഡ് സർവീസസ് എന്ന് പറയുന്നത് $257 ബില്യൺ ആണ് 2023. ഇത് 17% ഇൻക്രീസ് പ്രീവിയസ് ഇയറിനേക്കാളും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇന്ത്യനെ ജർമ്മനിയും ചൈനയൊക്കെ വെട്ടിച്ചു റാങ്കിങ്ങിന് മുന്നിലെത്തി. പക്ഷേ US-നേക്കാളും പുറകിലാണ്, യുണൈറ്റഡ് കിങ്ഡത്തിനേക്കാളും അയർലൻഡിനേക്കാളും പുറകിലാണ്.
ഇപ്പൊ ഡിജിറ്റലി ഡെലിവേർഡ് സർവീസസ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ സർവീസസ്, മെയിൻ ആയിട്ട് എഡ്യൂക്കേഷൻ, ഗെയിമിംഗ്, സ്ട്രീമിംഗ് മ്യൂസിക് ആൻഡ് വീഡിയോസ്, ഇതൊക്കെ കഴിഞ്ഞ 2 ഡിക്കേഡ്സ് ആയിട്ട് സിഗ്നിഫിക്കന്റ് ആയിട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നാഷണൽ സിവിൽ സർവീസ് ഡേ ഏപ്രിൽ 21. അപ്പൊ നാഷണൽ സിവിൽ സർവീസ് ഡേ എന്ന് പറയുന്നത് ആനുവലി ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏപ്രിൽ 21 ഇറ്റ് ഈസ് എ ഡേ ഡെഡിക്കേറ്റഡ് ടു ഹൈലൈറ്റിംഗ് സിറ്റിസൺ സെന്റേഡ് ആയിട്ടുള്ള ഗവൺമെന്റ്സിൽ സിവിൽ സർവീസിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 21 2550 ഭഗവാൻ മഹാവീർ നിർവാൺ മഹോത്സവമാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. 2550 ഭഗവാൻ മഹാവീർ നിർവാൺ മഹോത്സവം എന്ന് പറയുന്നത് മഹാവീർ ജയന്തി ആയിട്ട് 21 ഏപ്രിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റാമ്പും കോയിനും ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. ഭഗവാൻ മഹാവീർ എന്ന് പറയുന്നത് 24ാമത്തെ തീർത്ഥങ്കറാണ്. പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ് ആൻഡ് യൂണിവേഴ്സൽ ബ്രദർഹുഡ് ജെയിൻ പ്രിൻസിപ്പൾസിലൂടെ മുന്നോട്ട് വെച്ച ഒരു തീർത്ഥങ്കരനാണ് അദ്ദേഹം. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അഹിംസ, നോൺ വയലൻസ്; സത്യ, ട്രൂത്ത്ഫുൾനെസ്; ആസ്തേയ, നോൺ സ്റ്റീലിംഗ്; ബ്രഹ്മചര്യ, ചാസ്റ്റിറ്റി; ആൻഡ് അപരിഗ്രഹ, നോൺ അറ്റാച്ച്മെന്റ് എന്നുള്ളതൊക്കെയാണ് ഈ യൂണിവേഴ്സൽ ബ്രദർഹുഡ് ആൻഡ് കോഎക്സിസ്റ്റൻസ് ജെയിൻ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. താങ്ക് യു.